ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പൊ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ബോർഡ് വിസിബിൾ ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഗുഡ് ഈവനിങ് ആവണി, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യടാ. കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സീരീസ്, ആൽഫബറ്റ് സീരീസ്, അതേപോലെ തന്നെ ലെറ്റർ സീരീസ്, ആൽഫബറ്റും അതേപോലെ തന്നെ നമ്പർ സീരീസ്. ഓക്കെ, അതേപോലെ നമ്പർ. സോ ഇതാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലേ? സോ അപ്പൊ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൾക്കാരൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. എത്ര പേരായി? ഓക്കെ, ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സീരീസ് നോക്കടാ. സോ നോർമലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇപ്പൊ സപ്പോസ് വളരെ ഈസിയാണ്. നോക്ക്, ഞാൻ ഇവിടെ സീരീസ് എഴുതാം. 5, 11, 23, 47. അടുത്ത നമ്പർ എത്രയായിരിക്കും നിങ്ങൾ പറഞ്ഞേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. 5, 11, 23, 47. അടുത്ത നമ്പർ എത്രയാണ്? നമുക്ക് ഇതിന്റെ തിയറിയിലേക്ക് വരാം. അതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് പറ, എന്തായിരിക്കും അടുത്ത ആ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? സോ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെയുള്ള നമ്പർ ഏതായിരിക്കും? പറ. 5, 11, 23, 47. അടുത്ത നമ്പർ എത്രയാ? വേം പറ. റീസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യട്ടെ. പറ. ഓപ്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നുണ്ടാവും. 5, 11, 23, 47. നെക്സ്റ്റ് നമ്പർ പറ. 95 പറയുന്നുണ്ട്. ഓക്കെ, 95. ഓക്കെ, സോ നിങ്ങളത് എങ്ങനെയാ പറഞ്ഞത്? നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവുക 5ഉം 11ഉം തമ്മിലെ കണക്ഷൻ എന്ന് പറയുന്നത് 5 × 2 10 + 1 11, 11 × 2 22 + 1 23, 23 × 2 46 + 1 47. അങ്ങനെയാണെങ്കിൽ 47 × 2 + 1 ചെയ്താല് 95 ഓപ്ഷൻ എ കിട്ടും. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയായിരിക്കും 95 പറഞ്ഞത്. ഇതേ സമയം ഞാൻ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഇതിന്റെ ഉത്തരം എത്ര വരും എന്ന് പറ. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം പറ. 5, 13, 29, 61. നെക്സ്റ്റ് നമ്പർ. ഓക്കെ, 125. എത്രയാടാ? 125. 125 പറയുന്നുണ്ട്. സോ വീണ്ടും നിങ്ങൾ ലോജിക് ഓക്കെ ആണ്. യൂസ് ചെയ്ത ലോജിക് 5 × 2 10 + 3 13, 13 × 2 26 + 3 29, 29 × 2 + 3 61, 61 × 2 122 + 3 125 ആയിരിക്കും ഉത്തരം എന്ന് പറഞ്ഞത്. സെയിം അല്ലേ? സോ ഈ രീതിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് എന്താ? ഞാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾ യൂസ് ചെയ്ത ലോജിക് എന്ന് പറയുന്നത് *n ± സംതിങ്. ഈ ഒരു ലോജിക് ആയിരിക്കുമല്ലോ നിങ്ങൾ യൂസ് ചെയ്തത്. ഓരോ നമ്പേഴ്സും അടുത്തടുത്ത് കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കി. 5ഉം 11ഉം തമ്മിലെ കണക്ഷൻ 5 × 2 5ന്റെ ഇരട്ടീന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ കിട്ടുന്നല്ലേ 11. 11ന്റെ ഇരട്ടീന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നല്ലേ 23. അങ്ങനെ നിങ്ങൾ ഇരട്ടി എടുത്ത് നോക്കി ആലോചിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ലോജിക് കിട്ടിയത്. ശരിയല്ലേ? സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. നോക്ക്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്ക്, ശ്രദ്ധിക്കും. അടുത്ത നമ്പർ എത്രയാ? 2, 3, 5, 7. അടുത്ത എത്രയാ? പറ. ഈസി ക്വസ്റ്റ്യൻ, വേം പറ. 11 പറയുന്നുണ്ട്. ഓക്കെ, 11 പ്രൈം ആണ് അല്ലെ? 11 വരിക പ്രൈം. ഇതെന്താണ്? പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇതുവരെ എഴുതിയിരിക്കുന്നത് എന്താണ്? കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് ആണ് 2, 3, 5, 7. അപ്പൊ അടുത്തത് 9 ഒന്നും വരില്ല, 11 വരുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾ വേറെ മൾട്ടിപ്ലിക്കേഷൻ ലോജിക് ഒന്നും അല്ല യൂസ് ചെയ്തത്. ഇവിടെ ഒരു പ്രത്യേക ഒരു പാറ്റേണിലാണ് തന്നത്. എന്താണ് പാറ്റേൺ? ഒരു പാറ്റേൺ ഫോളോ ചെയ്തു. പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പർ ലോജിക് ആണ്. മീൻസ് പാറ്റേൺ പകരം പ്രൈം നമ്പർ ലോജിക് ആണ് തന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തത്. *2 +
1 അല്ലെങ്കിൽ × 2 + 3. ഈ ലോജിക്കാണ് കണ്ടത്. സോ ഓരോ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്തിട്ട് ആലോചിക്കുന്ന സമയത്ത് പല രീതിയിലാണ് ഉത്തരം വരിക. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എഴുതാം, ശ്രദ്ധിക്കും. ഇത് കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ആണ്, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇവിടെ എഴുതാം 2, 12, 36, 80, 150. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എത്ര? ഓപ്ഷൻസ് തരാം. 251, 252, 253, 254. ആലോചിച്ച് നോക്ക്. 2, 12, 36, 80, 150, 252. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 2, 12 ഇരട്ടി എടുത്തുള്ള കാര്യമല്ല. ഇപ്പൊ 2 × 12 ഇട്ടാൽ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച മൾട്ടിപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ അവിടെ വർക്ക് ആവില്ല. × 6 ആണ്. 12, 36 നേരെ 3 ടൈംസ് ആണ്. 36, 80. എന്നാൽ 36 ഇരട്ടി എടുത്താൽ തന്നെ 72 ആയി. പക്ഷെ ആ രീതിയിലൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ വേറെ എന്തെങ്കിലും ലോജിക്ക് ആലോചിച്ച് നോക്ക്. ആസ്പിരന്റ് ഓപ്ഷൻ ബി 252 പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ പറ. സോ കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ആണ്. 2, 12, 36, 80, 150. ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫോമാണ്, ചെയ്യേണ്ട ഐഡിയ ആണ് സ്റ്റെപ്പ് ഫോം. എന്താണ് സ്റ്റെപ്പ് ഫോം? അപ്പൊ എന്താണ് സ്റ്റെപ്പ് ഫോം എന്നുള്ള ഡൗട്ട് വരും. ഒന്നുമില്ല, ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക. നിങ്ങൾ ആദ്യത്തെ ഡിഫറൻസ് ഇതിനെ എടുക്കുകയാണെങ്കിൽ എന്താ വരിക? 12 - 2 ഡിഫറൻസ് 10, 36 - 12 24, അടുത്തത് 44, അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് 70 ആണ്. ഓക്കെ അല്ലെ? സോ ഫസ്റ്റ് ടൈം ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 10, 24, 44, 70 ആണ്. സോ ഈ നമ്പേഴ്സ് എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? അടുത്ത ഡിഫറൻസ് എടുക്കുക, d². d² എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? 24, 10, 14, അടുത്തത് 20, അടുത്ത എത്ര വരും? 26. ഓക്കെ അല്ലെ? 6, 4, 10, 26. സോ 14, 20, 26 കാണുമ്പോഴേ മനസ്സിലാവും ഇതൊരു നമ്പർ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അടുത്ത ഡിഫറൻസ് d³ എടുക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 6 എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് വീണ്ടും 6 ആഡ് ചെയ്യും. അപ്പൊ എത്ര വരും? 32 വരും. സോ നെക്സ്റ്റ് വീണ്ടും 70 + 32 102. സോ 150 + 102. അപ്പൊ എത്ര വരും? അടുത്ത നമ്പർ എന്ന് പറയുന്നത് 252, 252, 252, 252. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു നമ്പേഴ്സ് നിങ്ങൾ ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുത്ത് പോവുക. ഓരോ നമ്പേഴ്സിന്റെ ഓരോ കോൺസിക്യൂട്ടീവ് ടേംസിന്റെയും ഡിഫറൻസ് എടുത്ത് പോവുക. അതാണ് ഇവിടുത്തെ ഐഡിയ. സോ അങ്ങനെ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും ഡിഫറൻസ് എടുക്കുക. അങ്ങനെ 3, 4 ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഡിഫറൻസ് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത d⁴ പവർ മീൻസ് നാലാമത്തെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ അത്രയും ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. ഓക്കെ ആണോ? അങ്ങനെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഈ ഒരു ഐഡിയക്ക് പറയുന്നതാണ് സ്റ്റെപ്പ് ഫോം. ഇനി ഒന്നും കൂടി ഇതൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഐഡിയയും കൂടി ഇന്ന് കിട്ടാനുണ്ട്. എടാ ഈ 2 എന്ന് പറയുന്നത് ആക്ച്വലി ശ്രദ്ധിക്കണം, 2 എന്ന് പറയുന്നത് 1³ + 1² ആണ്. അടുത്തത് 12 എന്ന് പറയുന്നത് 2³ + 2² ആണ്. 3³ + 3² ആണ് എന്ത്? 36. അതേപോലെ 80 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബിന്റെ കൂടെ 4ന്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നതാണ്. 150 5ന്റെ ക്യൂബിന്റെ കൂടെ 5ന്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നതാണ്. സോ ലാസ്റ്റ് അടുത്ത നമ്പർ ഏത് വരണം? 6ന്റെ ക്യൂബിന്റെ കൂടെ 6ന്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 216 + 36 = 252. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഉത്തരം കണ്ടുപിടിക്കാം. സോ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? 1³ + 1². അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു നമ്പേഴ്സ് കാണുന്ന സമയത്ത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ആണ് 2, 12, 36, 80, 150 കണ്ടാൽ അടുത്ത നമ്പർ എത്രയാന്ന് പറയണം? 252 ആണെന്ന് പറയണം. അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് കാണുന്ന സമയത്ത് നിങ്ങൾ ക്യൂബിന്റെ സ്ക്വയർ a³ + a² പാറ്റേണിൽ പെട്ട നമ്പേഴ്സ് ആണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? a³ + a² എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ?
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആദ്യം സ്റ്റെപ്പ് ഫോം ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആദ്യം സ്റ്റെപ്പ് ഫോം ആണ് ആദ്യം നോക്കാറ്. ഓക്കെ, സ്റ്റെപ്പ് ഫോം ആണ് നോക്കുന്നത് നല്ലത്. കാരണം ഇതിന്റെ ഇരട്ടിയൊന്നും അല്ല. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഇരട്ടിയിൽ കൂടുതലുള്ള നമ്പേഴ്സ് ആയിരുന്നു ഓരോന്നും. പക്ഷെ ഇവിടെ ഒന്നും ഇരട്ടിയിൽ കൂടുതൽ നമ്പേഴ്സോ മൂന്നിരട്ടി ഒന്നും എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഓൺ ദ ടോപ്പ് എന്ത് സ്റ്റെപ്പ് ഫോമിലേക്ക് പോയത്. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് മനസ്സിലായോ? ഈ നമ്പേഴ്സ് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്ത് എഴുതി വെക്കുക. എ ക്യൂ പ്ലസ് എ സ്ക്വയർ പാറ്റേണിൽ പെട്ട നമ്പേഴ്സ് ആണ് 2, 12, 36, 80, 150, 252 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ ആണല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ? യെസ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത നമ്പർ പറ. ആലോചിക്കും. ഇരുന്നൂറ്റി 16, 17, 18, 19. 219 ഒരാൾ പറയുന്നുണ്ട്, ആകാശ്. ഓക്കെ, നെക്സ്റ്റ്. ടു 290. ഓക്കെ, നോക്ക്. സോ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ഡിഫറൻസ് എടുക്കുന്നു 7, വീണ്ടും ഡിഫറൻസ് എടുക്കുന്നു 19, സോ 37. അടുത്തത് എത്രയാ? 8 - 7 1 61. സോ അടുത്ത ഡിഫറൻസ് എടുത്താലോ 12. അടുത്തത് 18. അടുത്ത ഡിഫറൻസ് എത്രയാ? 24 അല്ലേ? സോ മൂന്നാമത്തെ ഡിഫറൻസ്, വിച്ച് മീൻസ് ആദ്യത്തെ ഡിഫറൻസ് എടുക്കുന്നു, രണ്ടാമത്തെ ഡിഫറൻസ് എടുക്കുന്നു, മൂന്നാമത്തെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും 6 ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, 6 ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, അടുത്തതും 6 ആയിരിക്കും. സോ 24 6 ഇവിടെ 30 വരും, ഇവിടെ 91 വരും. സോ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 8 1 9, അതേപോലെ തന്നെ 219. സോ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണല്ലോ? സോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നുമില്ല, 4 എന്ന് പറയുന്നത് 1Q + 3 ആണ്. 11 എന്ന് പറയുന്നത് 2Q + 3 ആണ്. ഇത് 3Q + 3. ഓക്കെ, അടുത്തത് 4Q + 3, 128 5Q + 3. സ്വാഭാവികമായിട്ടും അടുത്ത നമ്പർ 6ന്റെ ക്യൂബിന്റെ കൂടെ 3ഉം കൂടെ ആഡ് ചെയ്താൽ 219 ആണ് കിട്ടുക. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഓരോ നമ്പേഴ്സ് കാണുന്ന സമയത്ത് നമുക്കൊരു ജഡ്ജ്മെന്റൽ പവർ കിട്ടുക. ഓരോ നമ്പർ കാണുന്ന സമയത്ത് 216, 217, 218, 219 എന്നുള്ള ഓപ്ഷൻസും കയ്യിലുണ്ട്, അതേപോലെ നമ്പേഴ്സും കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്യേണ്ടത് ഒറ്റ പോയിന്റ് എഴുതിയെടുത്തോ. എഴുതിയെടുക്കാന്ന് വെച്ചാൽ മനസ്സിൽ വെച്ചാൽ മതി. 67 128, 67 128. അടുത്തത് ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് 216ന്റെ അടുത്തുള്ള നമ്പേഴ്സ് കാണുന്ന സമയത്ത് ഇപ്പൊ 219, ഇതുപോലെയുള്ള നമ്പേഴ്സ് 67 128 219 അല്ലെങ്കിൽ ഈ 67 ഈ ഒരു റേഞ്ചിൽ പെട്ട നമ്പേഴ്സ് അടുത്തടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ക്യൂബിനെ പറ്റി ആലോചിച്ചാൽ മതി. എന്തിനെ പറ്റി ആലോചിക്കാം? ക്യൂബ്സിനെ പറ്റി ആലോചിക്കാം. 67ന്റെ അടുത്ത് 128 ഉണ്ട്, ഓപ്ഷനിൽ അടുത്തത് 219ന്റെ അടുത്തുള്ള 210ന്റെ അടുത്തുള്ള നമ്പേഴ്സ് ആണെങ്കിൽ റേഞ്ച് വന്നിട്ട് 60 to 68, 60 to 70, 120 തൊട്ട് 130, അതേപോലെ തന്നെ 210 തൊട്ട് 220. ഈ റേഞ്ചിലുള്ള നമ്പേഴ്സ് ആണ് നിങ്ങൾ അടുത്തടുത്ത് കാണുന്നത്
കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ആദ്യം ആലോചിക്കുക, മൈൻഡിലേക്ക് കണക്ട് ചെയ്യുക, ക്യൂബിനെ പറ്റി ആലോചിക്കുക, ക്യൂബ്സിനെ പറ്റി ഡിനോട്ട് ചെയ്യുക, ക്യൂബ്സിനെ പറ്റി ആലോചിച്ച് നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇതേപോലെ സ്റ്റെപ്പ് ഫോമിലേക്ക് പോയാൽ മതി. മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ ഒരു എക്സാം പോയിന്റ് എന്ന് പറയുന്നത്. ഓരോ നമ്പേഴ്സും കാണുന്ന സമയത്ത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒന്നാം മോണിറ്ററിൽ ഒന്ന് വീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഈ ഒരു റേഞ്ചിൽ പെട്ട നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തിനെ പറ്റി ആലോചിക്കുക? ക്യൂബ്സിനെ പറ്റി ആലോചിക്കുക, ക്യൂബിനെ പറ്റി ആലോചിക്കുക. ഓക്കെ ആണോ? പറഞ്ഞ പോയിന്റ് കത്തിയോടാ? ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ. അപ്പൊ എക്സാം പോയിന്റ് ആണ് പറഞ്ഞത്. ഇത് ഈ രീതിയിലും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. സോ ഈ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് അഡ്വാൻറ്റേജ്? 10-20 സെക്കൻഡ് എക്സ്ട്രാ നമുക്ക് കിട്ടും. 10-20 സെക്കൻഡ് എക്സ്ട്രാ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 62 ഈ ഒരു റേഞ്ചിൽ പെട്ട നമ്പേഴ്സ് ആണ് അടുത്തടുത്ത് കാണുന്നതെങ്കിൽ എന്തിനെ പറ്റി ആലോചിക്കുക? ക്യൂബിനെ പറ്റി ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏത് നമ്പർ ആണ് ഓഡ് വൺ ഔട്ട്? ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏത് നമ്പർ ആണ് ഓഡ് വൺ ഔട്ട്? ഓപ്ഷൻ ഒന്നും തരുന്നില്ല, സൂക്ഷിച്ച് നോക്ക്. 11, 30, 67, 120, 219, 343. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏത് നമ്പർ ആണ് ഓഡ് വൺ ഔട്ട്? സോറി, 343 അല്ല, 346 ആണ്. ചെറിയ മിസ്റ്റേക്ക്, 346 ആട്ടോ. എടാ 343 അല്ല, 346 ആണ് അവിടെ. 11, 30, 67, 120, 219, 346. ഓക്കെ, 120 കാണുമ്പോഴേ കണക്ട് ചെയ്യാൻ പറ്റും. സോ വീണ്ടും റേഞ്ച് നോക്കുക. 67, 120, 219. സോ മൈൻഡിൽ കണക്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ക്യൂബ്സ്. എന്താണ്? ക്യൂബ്സ്. സോ ക്യൂബ് ഇട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. എടാ ഇത് എന്ന് പറയുന്നത് ഏതാ? 11. 11 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബിന്റെ കൂടെ 3 ആഡ് ചെയ്യുന്നതാണ്. 30, 3ന്റെ ക്യൂബിന്റെ കൂടെ 3 ആഡ് ചെയ്താൽ മതി. 4ന്റെ ക്യൂബിന്റെ കൂടെ 4 ആഡ് ചെയ്യാം. 5ന്റെ ക്യൂബിന്റെ കൂടെ 3 ആഡ് ചെയ്യേണ്ട നമ്പർ ആയിരുന്നു വരേണ്ടത്, പക്ഷെ ഇതല്ല. അടുത്ത നമ്പറോ 6ന്റെ ക്യൂബിന്റെ കൂടെ 3 ആഡ് ചെയ്യാം. 7ന്റെ ക്യൂബിന്റെ കൂടെ 3 ആഡ് ചെയ്യാം. 346. പക്ഷെ ഇതെന്ന് പറയുന്നത് 5ന്റെ ക്യൂബിന്റെ കൂടെ 3 ആഡ് ചെയ്യുന്നത് അല്ലാത്തതുകൊണ്ട് തന്നെ 120 ആണ് ഓഡ് ഓൺ ഔട്ട്. സോ ഇതുപോലത്തെ നമ്പേഴ്സിൽ ഇതേപോലെ ഡിഫറൻസ് എടുത്തും ചെയ്യാം. ചെയ്താൽ കിട്ടില്ല എന്നല്ല, പക്ഷേ കുറച്ചും കൂടെ സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും? ഈ ക്യൂബ് പ്ലസ് 3 അല്ലെങ്കിൽ ക്യൂബ് പ്ലസ് ക്യൂബിന്റെ അടുത്തുള്ള നമ്പേഴ്സ് ആണെന്നുള്ള ഒരു ഐഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അതാണ് ഇവിടുത്തെ കീ പോയിന്റ്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. 0, 6, 24, 60, 120. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എത്രയാ? 0, 6, 24, 60, 120. ഓപ്ഷൻസ് ഞാൻ തരുന്നില്ല, ഓപ്ഷൻസ് തരാണ്ട് ആലോചിക്കും. ഓക്കെ, 210. ഓക്കെ, ഒന്നെങ്കിൽ ഡിഫറൻസ് എടുത്ത് നോക്കാം. 6, 18, 36, 60. വീണ്ടും ഡിഫറൻസ് എടുത്താൽ 12, 18, 24. സോ വീണ്ടും ഡിഫറൻസ് എടുക്കുന്നു. 6, 6. സോ അടുത്ത നമ്പർ എത്ര വരണം? ഇവിടെ ഒരു 6 ആഡ് ചെയ്യണം. 30 വന്നു. സോ ഇവിടെ ഒരു 30 ആഡ് ചെയ്താൽ 90 ആയി. 90 120 ആഡ് ചെയ്താൽ 210. സോ ഇങ്ങനെയും ചെയ്യാം. ഉത്തരം കിട്ടില്ല എന്നല്ല, പക്ഷേ ഐഡന്റിഫൈ ചെയ്താൽ നോക്ക്. 60, 120, 60, 120,
ഞാൻ പറഞ്ഞല്ലോ ആ റേഞ്ച് പെട്ട നമ്പേഴ്സ് ആണ്. സോ റേഞ്ച് പെട്ട നമ്പേഴ്സ് ആണെങ്കിൽ അടുത്ത് 210 അടുത്തുള്ള നമ്പർ ആവണം. സോ ഒന്നും കൂടെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ 0 1 ക്യൂബ് -1 6 2 ക്യൂബ് -2 3 ക്യൂബ് -3 അടുത്തത് 60 4 ക്യൂബ് -4 5 ക്യൂബ് -5. സോ ഈ നമ്പർ എന്ത് വരണം? 6 ക്യൂബ് -6 210. ഇതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലടാ? ലോജിക് ഓക്കെ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്യുന്നതും ഞാൻ പറയുന്നതുമായിട്ടുള്ള കണ്ടന്റ് പുതിയൊരു പോയിന്റ് പറഞ്ഞു എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഏകദേശം റേഞ്ചിൽ പെട്ട നമ്പർ ആണെങ്കിൽ ആരെ പറ്റി ആലോചിക്കുക? ക്യൂബ്സിനെ പറ്റി ആലോചിക്കുക. ക്യൂബ്. ഓക്കെ ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. സോ നമ്പർ ഇതാണ്. ഉത്തരം നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ 2 3 4 6 8 12 ഇങ്ങനെയൊക്കെ റാൻഡം നമ്പേഴ്സ് വരികയാണെങ്കിൽ പാറ്റേൺ ഇങ്ങനെയും ഫോളോ ചെയ്യാൻ പറ്റും. 2 4 8 അതേപോലെ 2 4 ഇരട്ടി എടുത്ത് പോവാം. 3 6 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സീരീസ്, രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സീരീസ്, രണ്ട് സീരീസ് അല്ലെങ്കിൽ മൂന്ന് സീരീസ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ക്ലബ്ബ് ചെയ്ത് കാണാൻ പറ്റും. ക്ലബ്ബ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, രണ്ടോ മൂന്നോ സീരീസ് ക്ലബ് ചെയ്ത് വരാറുണ്ട്. ഇങ്ങനെ കാണാൻ പറ്റുന്ന ടേംസ് ഒന്നെങ്കിൽ ഇത് കാണാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ചില കേസിൽ മിക്കവാറും മോസ്റ്റ് പ്രോബബിളി കേസസിൽ വരുന്ന കേസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ഇങ്ങനെ കൂടി വരും, കുറയും, വീണ്ടും കൂടും, കുറയും, വീണ്ടും കൂടും, കുറയും. ഇതേപോലെ ഒരു ഇല്ലോജിക്കൽ പാറ്റേൺ ഓഫ് നമ്പേഴ്സ് കാണുകയാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ എല്ലാ നമ്പേഴ്സും കൂടിയിട്ടാണ് പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് പാറ്റേൺ ഒക്കെ വരുന്ന സമയത്ത് ഇല്ലോജിക്കൽ പാറ്റേൺ ആണ് കാണുന്നതെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ കാണാൻ പറ്റുന്നില്ല, കൂടുന്നതും കുറയുന്നതുമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ഡിക്രീസിങ്, ഇൻക്രീസിങ് ഡിക്രീസിങ്, ഡിക്രീസിങ് ഡിക്രീസിങ് ഇൻക്രീസിങ് ഇതേപോലെയുള്ള നമ്പേഴ്സ് ആണ് കാണുന്നെങ്കിൽ, ഒരു പാറ്റേൺ പ്രത്യേകം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മൈൻഡിലൂടെ കൊണ്ടുപോകേണ്ട അടുത്ത ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സീരീസോ മൂന്ന് സീരീസോ ക്ലബ്ബ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ നോക്കണം? ആൾട്ടർനേറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്പർ 2 6 അടുത്ത മൂന്നാമത്തെ നമ്പർ, ഇവിടുന്ന് അടുത്ത മൂന്നാമത്തെ നമ്പർ, വീണ്ടും മൂന്നാമത്തെ നമ്പർ, അങ്ങനെ മൂന്ന് സീരീസ് അടക്കം നോക്കുന്ന രീതിയിൽ നോക്കുക. ഓക്കെ, സോ ഈ രീതിയിലും കൂടെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഇല്ലോജിക്കൽ പാറ്റേൺ ക്ലിയർ ആണോ? പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ ക്ലിയർ. അങ്ങനെയാണ് അടുത്ത ദിവസം എഴുതിക്കോ. ആലോചിക്ക്. 4 2 2 3 6 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ആസ്പിരൻ 15 പറയുന്നുണ്ട്. ഓക്കെ, 12 .
ശരത് ഓപ്ഷൻ 5 ഇല്ലല്ലോ. 15. ഓക്കെ. സോ ലോജിക്ക് നോക്കടാ. ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും 4 2 കുറയുന്നുണ്ട്, പിന്നെ കൂടുന്നുണ്ട്, അങ്ങനെ കൂടി പോകുന്നുണ്ട്, ഒരു ഇല്ലോജിക്കൽ പാറ്റേൺ ആണെന്ന് തോന്നും. സോ ഇല്ലോജിക്കൽ പാറ്റേൺ ആണോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റ് ഡിജിറ്റ് എന്തെങ്കിലും പാറ്റേൺ ആണോ? 4 2 6 ഒരു കണക്ഷനും കിട്ടൂല. സോ ആക്ച്വലി ഇവിടെ വരുന്ന ലോജിക്ക് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കടാ, ലോജിക്ക് എന്ന് പറയുന്നത്, എടാ നോക്കടാ, ഈ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് ഈ ഒരു ലോജിക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ലോജിക്കാണ്. ഇത്രയേ ഉള്ളൂ. ഈ 2 എങ്ങനെയാ 2 കിട്ടുന്നത്? ഇൻറ്റു 1 ആണ്. 2 × 1 2. ഈ 4ന് രണ്ടാക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇൻറ്റു 1/2 അല്ലെങ്കിൽ ഇൻറ്റു 0.5. ഓക്കെ ആണോ? ഇൻറ്റു 0.5. ഓക്കെ. സോ അടുത്തത് 2ന് 3 ആകുന്നത് എങ്ങനെയാ? ഇൻറ്റു 1.5. സോ 3 6 എന്ന് പറയുന്നത് ഇൻറ്റു 2. സോ അടുത്ത ലോജിക്ക് എങ്ങനെയാ വരുന്നത്? ഇൻറ്റു 0.5 ഇൻറ്റു 1 ഇൻറ്റു 1.5 ഇൻറ്റു 2. സോ സ്വാഭാവികമായിട്ട് അടുത്ത നമ്പർ തരണം, ഇൻറ്റു 2.5. ഓക്കെ. സോ 6 × 2.5. 6 × 2.5 എത്ര വരും? 6 ഇൻറ്റു 2.5 ഈക്വൽ ടു 15. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് ഉത്തരം വരിക. ക്ലിയർ ആണോ? സോ ലോജിക്ക് നല്ല ലോജിക്കാണ്, എഴുതി വെക്കുക. ഡെസിമൽ രീതിയിൽ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. ഇൻറ്റു 0.5 ഇൻറ്റു 1 ഇൻറ്റു 1.5 ഇൻറ്റു 2 ഇൻറ്റു 2.5. സോ കണക്ട് ചെയ്യേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് നിങ്ങൾ ഈ ലോജിക്ക് ചൂണ്ടിയെടുക്കണം. എങ്ങനെ? 2 × 1. ഈ 2 കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? 2നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 2. ഇനി ലെഫ്റ്റിലോട്ട് നോക്കുക. അപ്പൊ കാണാം. അപ്പൊ എന്തായാലും കത്തും. 4 2 എടുത്ത് കാണുന്ന സമയത്ത് ഇൻറ്റു 0.5 ആണെന്നുള്ള പോയിന്റ് കിട്ടും. ഓക്കെ. ക്ലിയർ ആണോ? അടുത്തേക്ക് പോട്ടെ. ഓക്കെ ആണോ? നല്ല ലോജിക്കാണ്, എഴുതി വെച്ചോ. ക്ലിയർ ആണോടാ? ക്ലിയർ അല്ലേ? ക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യും. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് റെയിൽവേക്ക് വന്നുള്ളത്. റെയിൽവേന്റെ ക്വസ്റ്റ്യൻ തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. നോക്ക്, ചെയ്ത് നോക്ക്. ഓക്കെ ആണോ? ചെയ്യും. 9 15 27 33 45. വേണ്ട, 51. എത്രയാണ്? 51. ആകാശ് പറയുന്നുണ്ട്. ഓക്കെ, 51. എന്തെങ്കിലും ലോജിക് കിട്ടുന്നുണ്ടോ നോക്ക്. ഓപ്ഷൻ സി 51 ആണ് പറയുന്നത്. നമുക്ക് ശരിയാണോ നോക്കാം. കുറച്ച് പേരും കൂടെ പറയട്ടെ. 51. 51. ഓക്കെ. സോ ഡിഫറൻസ് എടുത്തു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഡിഫറൻസ് എടുക്കാൻ പറ്റും. 9 15 6 15 27 എത്ര വരും? 12. സോ 27 33 എത്ര വരും? വീണ്ടും 6. അടുത്ത ഡിഫറൻസ് 33 45 12. സോ സ്വാഭാവികമായിട്ട് അടുത്ത ഡിഫറൻസ് വീണ്ടും എത്ര വരണം? 6 വരണം. സോ 45 പ്ലസ് 6 ഈക്വൽ ടു 51. ഓപ്ഷൻ സി. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓരോ ക്വസ്റ്റിനും കൂടെ എക്സ്ട്രാ നമുക്ക് വേറെ ക്വസ്റ്റിനും കൂടി നല്ല നല്ല ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ പോവാം. ആലോചിക്ക്.
2040. Okay. Okay, 2040 ഓപ്ഷൻ എ. ഓക്കെ, നോക്ക് ലോജിക്ക് എന്താ? 11, 14, 31. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഗ്രാഫ് വരച്ച് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ വരിക? 11, 14. 11, 14 കൂടുന്നു, വീണ്ടും കൂടുന്നു, കുറയുന്നു, കൂടുന്നു, കൂടുന്നു, കുറയുന്നു, കൂടുന്നു, കൂടുന്നു. ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരിക. ശരിയല്ലേ? സോ ഈ രീതി ഗ്രാഫ് വരുന്നു. ഒരു ഇല്ലോജിക്കൽ പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ നോക്കേണ്ടത് എന്താ? ഓരോ രണ്ടാമത്തെ ടേം ആൾട്ടർനേറ്റ് ഡിജിറ്റ് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ നോക്കുക. 11, 31. വീണ്ടും അടുത്ത നമ്പർ 16. ഒരു പാറ്റേണും കണ്ടെത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത മൂന്നാമത്തെ ടേംസിലേക്ക് പോവാം. നോക്ക് 11, 13. 11, 14. 3 കൂടി 14 മൂന്നാമത്തെ ടേം 1, 2, 3. സോ ഇവിടെ +3, ഇവിടെ +3. അപ്പം ഉറപ്പിക്കാം അതെന്തായാലും ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് അടുത്തത് എത്ര വരും? 17 വീണ്ടും മൂന്നാമത്തെ ടേം എത്രയാ? വീണ്ടും 3. 17, 3, 20. 20 ഓപ്ഷൻ ഒറ്റ ഒന്നേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രം. സോ അടുത്തത് ഉറപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് അടുത്ത ടേം നോക്ക്. 14 മൂന്നാമത്തെ ടേം 16. 16 മൂന്നാമത്തെ ടേം 18. 18 മൂന്നാമത്തെ ടേം 20. അത് ഓക്കെയാണ്, സെറ്റ് ആണ്. സോ അടുത്ത മൂന്നാമത്തത് 31. 31 അടുത്ത മൂന്നാമത്തേതിലേക്ക് എങ്ങനെ പോകും? 1, 2, 3 34. 1, 2, 3 37. 1, 2, 3 37 + 3 40. സോ 20, 40. ഇതാണ് ഞാൻ പറഞ്ഞ ആൾട്ടർനേറ്റ് സീരീസ്. ഏതാണ്? ആൾട്ടർനേറ്റ് സീരീസ്. ആൾട്ടർനേറ്റ് സീരീസ്. സോ ഈ സീരീസും വന്നിട്ട് കാണാറുണ്ട്. ആൾട്ടർനേറ്റ് സീരീസ്. ക്വസ്റ്റ്യൻ ഓക്കെ ആണോടാ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ഇല്ലോജിക്കൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് പരിശോധിക്കാം. ഓൾട്ടർനേറ്റ് സീരീസ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, ക്ലിയർ ആണ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ക്ലിയർ. അടുത്ത ദിവസം ചെയ്. 40, 21, 22, 34, 69. ആലോചിക്ക്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ആരെങ്കിലും പറയുന്നുണ്ടോ? 173.5 നിവേദിത. മഹിമ അക്ഷയ് 173.5. ഓക്കെ, ആരെങ്കിലും പറയുന്നുണ്ടോ? കൊപ്പിക്കു 173.5. ഓക്കെ, നോക്ക് വേറെ കിട്ടുന്നുണ്ടോ? ലോജിക്ക് പറയടാ. പറഞ്ഞ ആൾക്കാരൊന്ന് ലോജിക്ക് പറഞ്ഞു. എന്താ ഇതിന്റെ ലോജിക്ക്? ആരെങ്കിലും പറ. നിവേദിത, മഹിമ, കൊപ്പിക്കു, ആസ്പെൻ. കിട്ടിയ ആളുകള് ലോജിക്ക് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ ഡി പറഞ്ഞത്? പറ. $69 × 2.5 + 1. ഓക്കെ, നോക്കടാ. 21, 22 ലോജിക്ക് എന്താ? ഇൻറ്റു 1 ചെയ്താല് എത്ര കിട്ടും? 21 തന്നെ കിട്ടും. അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഇൻറ്റു 1 + 1. സോ ഇവിടെയോ 40 × 0.5. 40 × അര. 40 × അര ചെയ്താൽ 20 ആണ്. 20 + 1 21 ആണ്. അടുത്ത നമ്പർ എത്ര? 22, 34. 22 × 1.5 ചെയ്. 1.5. 22ഉം അരയും കൂടെ കൂട്ടി ചേർന്നാൽ 22ഉം പ്ലസ് എത്ര കൂടെ ആഡ് ചെയ്യണം? 22. അപ്പോ 22ഉം അതിന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യണം? 10 കൂടെ ആഡ് ചെയ്യണം. അല്ല, 11 കൂടെ ആഡ് ചെയ്യണം. 22ഉം അതിന്റെ പകുതി 11. 11 കൂടെ എത്ര ആഡ് ചെയ്ത് എത്രയായി? 33. അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യാം. ശരിയല്ലേ? ഇൻറ്റു 1.5 + 1.
ഇനി ഇവിടെ ചെയ്താലോ 34 × 2 34 × 2 + 1 34 × 2 എന്ന് പറയുമ്പോ 68 68ന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടി 69 കിട്ടി. സോ സ്വാഭാവികമായിട്ട് അടുത്ത നമ്പർ 69 × 2.5 × 2.5 + 1 എഴുതിയാൽ മതി. ഓക്കെ ആണോ? സോ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും 173.5. അപ്പൊ ഇവിടുത്തെ ലോജിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. × 0.5 + 1 അടുത്തത് × 1 + 1 × 1.5 + 1 × 2 + 1 × 2.5 + 1. ഓക്കെ ആണോ? ലോജിക് ഓക്കെ ആണോ? സോ ഒരു ലോജിക്കും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് എഴുതി വെക്കുക. ഒന്നും കൂടി ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യാം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഇതൊക്കെ എഴുതി വെച്ചോ കേട്ടോ. അടുത്ത ദിവസം ചെയ്. ഓക്കെ 31. ഓക്കെ ഇത് കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും 891. എടാ ഇതുപോലെ നമ്പേഴ്സ് കാണുന്ന സമയത്ത് ഏറ്റവും വലിയ നമ്പറിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമ്പേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഇവിടെ നോക്ക് 891 × 3 ചെയ്താൽ അല്ലെങ്കിൽ 891 ഇവിടുത്തെ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇത് × 3 ആണ് 2673. 297 × 3 ആണ് 891. 99 × 3 ആണ് 297. അപ്പൊ ഇത് എത്ര കിട്ടണം 99 / 3 ചെയ്യണം = 33. സോ 33 / 3 11 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ വേറെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. എന്താ ആലോചിക്ക്. ഓപ്ഷൻ സി നേരത്തെ ക്വസ്റ്റ്യൻ ആണോ? ഇത് പറ. എത്ര ഇടുന്നുണ്ട്? ആരെങ്കിലും ഉത്തരം പറ. 149. ഓക്കെ 149 എക്സാക്ട്ലി കറക്റ്റ് ആൻസർ മഹിമ. ഓക്കെ ആൻസി 149. എങ്ങനെ കിട്ടുന്നേ? ഇപ്പൊ ഒന്നാമത്തെ മെത്തേഡ് ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും 10. ഇത് ഡിഫറൻസ് എടുത്താലോ 4 24. ഇത് ഡിഫറൻസ് എടുത്താൽ 4 44. സോ വീണ്ടും ഡിഫറൻസ് എടുക്കുന്നു 20 അല്ല 14. വീണ്ടും ഡിഫറൻസ് എടുക്കുന്നു 20. സോ അടുത്ത ഡിഫറൻസ് എത്രയാവണം? ഇതിന്റെ ഡിഫറൻസ് 6 ആണ്. വീണ്ടും 6 എടുത്താൽ 26. അതിന്റെ കൂടെ 6 4 10. 6 4 10 70. സോ ഇവിടെ എത്ര വരും 9 7 7 14 149. സോ ഉത്തരം എന്ന് പറയുന്നത് 149. അപ്പൊ ഈ ഒരു ഉത്തരം കുറച്ചും കൂടെ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കടാ, ഇതിന്റെ കൂടെ ഒക്കെ 1 ആഡ് ചെയ്താൽ ഈ നമ്പർ എത്രയാവും 2 ആയി 12 36 80
സോ ഈ നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാ. 252. ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് എവിടെയും കണ്ടുപരിച്ചിട്ടുണ്ടോ? ഈ ഒരു നമ്പേഴ്സ് എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ? ഇത് പറ, ഈ ഒരു നമ്പേഴ്സ് എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ? 212, 36, 80 -252. ഈ നമ്പേഴ്സ് എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഇതിനോട് ഒന്നും കൂടെ ആഡ് ചെയ്താൽ 150 കിട്ടും. സോ ഈ നമ്പർ പറ. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. a³ + a², ക്യൂബ് പ്ലസ് സ്ക്വയർ ആണ് അല്ലെ. 2 എന്ന് പറയുമ്പോ 1³ + 1², 1³ + 1², 2³ + 2² എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഈ ഒരു നമ്പർ 11135 എന്ന് പറയുന്ന നമ്പർ എന്ത് പാറ്റേൺ ആണ്? n³ + n² - 1. ഈ ഒരു പാറ്റേണിൽ പെട്ട സീരീസ് ആണ് ഏത്? 111, 35, 79, 149, 251 എന്ന് പറയുന്നത്. സോ ഈ ഒരു നമ്പേഴ്സ് അറിയുമെങ്കിൽ, ഇത് കാണുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇതെന്താണ്? 1 മിനിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടതിലേക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്റ്റെപ്പ് ഫോമിലൂടെ എന്ത് കണ്ടുപിടിക്കുക, ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്. ക്വസ്റ്റ്യൻ നമ്പർ 4. സഹൽ എ പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ? സോ ഡിഫറൻസ് എത്രയാ? 1, 4, 9, 16. ഇപ്പൊ കാണുമ്പോഴേ അറിയാം ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് നമ്പേഴ്സാ? സ്ക്വയർ ആണ്. സോ അടുത്തത് 25 കൂടെ ആഡ് ചെയ്താൽ 55. ഓപ്ഷൻ എ. ഈസി അല്ലേ? സോ ഡിഫറൻസ് എടുക്കുമ്പോൾ ഈസി പാറ്റേൺ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. എന്തെങ്കിലും പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഫോർ ഫോർ ഫൈവ് ഫൈവ് 4455. ഓക്കെ, സോ എല്ലാവർക്കും ഡി ആണ് കിട്ടുന്നത് അല്ലെ. 55 × 3, 55 × 3 165, × 3 495, × 3 1485, × 3 എത്ര കിട്ടും? 5 × 3 15, 8 4 5, 5 5 അവസാനിക്കുന്ന ഓപ്ഷൻ ആണ്. ബാക്കി 12 4, 455. ഓപ്ഷൻ ഡി, 4455. 4455. ഈസി അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആലോചിക്ക്. കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ആണ്, ആലോചിച്ച് നോക്ക്. ഇരുപത്തി 29 പറയുന്നുണ്ട്. ഓക്കെ,
ഓക്കെ 29. ഓക്കെ ലോജിക് എന്താ? ലോജിക് എന്ന് പറഞ്ഞ ഒന്നുമില്ല. 6 × 5. 6 എങ്ങനെ 5 ആവുന്നേ? 6 5 ഇൻറ്റു 1 മൈനസ് 1. അടുത്ത 14 എങ്ങനെ 6 ആവുന്നത്? ഇൻറ്റു 1/2. ഇൻറ്റു 1/2 ചെയ്ത എത്രയാ? 7 ആയി. 7 1 കുറയ്ക്കാം. അടുത്തത് 5 × 1.5. അടുത്തത് 5 × 1.5. 5 × 1.5 എന്ന് പറയുമ്പോ 5 ഇൻറ്റു ഹാഫ് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1.5 മൈനസ് 1. 1.5 ഇൻറ്റു 5 7.5. 7.5 മൈനസ് 1 എത്രയാ? 6.5. അടുത്തത് എത്ര വരും? ഇൻറ്റു 2. 6.5 മൈനസ് 6.5 ഇൻറ്റു 2 എത്രയാ? 13. 13 ഇൻറ്റു 2 13 ഇൻറ്റു 2 മൈനസ് 1. അപ്പോ 26 മൈനസ് എത്രയായി? 6.5 ഇൻറ്റു 2 13. 13 1 കുറച്ചാൽ 12. അപ്പൊ അടുത്ത നമ്പർ എത്ര വേണം? ഇൻറ്റു 2.5. ഇൻറ്റു 2.5 ചെയ്യുന്നു, മൈനസ് 1 കുറയ്ക്കുന്നു. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി കിട്ടും. അപ്പൊ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇൻറ്റു 0.5. കാരണം ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റെയിൽവേക്ക് വന്നിട്ടുണ്ട്. സോ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഈ ഒരു ലോജിക്ക് എഴുതി വെച്ചോ. ഇൻറ്റു 0.5 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1.5 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 2.5 മൈനസ് 1. സോ ഈ ഒരു ലോജിക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ലോജിക് ഓക്കെ ആണോ? ലോജിക് ഓക്കെ ആണോടാ? സെറ്റ് ആണോ? ക്ലിയർ? ഓക്കെ. എത്ര പേര് കാണുന്നുണ്ട് ക്ലാസ്? എടാ എല്ലാവർക്കും ഓക്കെ ആണോടാ? ഓക്കെ നെക്സ്റ്റ് എന്താ ലോജിക്ക്? എത്ര കിട്ടുന്നത്? ഓപ്ഷൻ ഡി ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് 8. ഓക്കെ 45. ഓക്കെ 74 82. 74 82 എത്രയാ? പ്ലസ് 8. 82 90 പ്ലസ് 8. 61 53 മൈനസ് 8 അല്ലെ? അടുത്ത എത്ര വരും? 53 മൈനസ് 8 ചെയ്താല് 45. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? സോ ഇതാണ് ഓൾട്ടർനേറ്റ് സീരീസ്. സോ ഇവിടെ നിന്ന് നമ്മൾ നോക്കി നോക്ക്, കുറയുന്നു കൂടുന്നു, കുറയുന്നു കൂടുന്നു. സോ ഇല്ലോജിക്കൽ ആയിട്ട് തോന്നും. സോ എന്ത് ചെയ്യുക? ഓൾട്ടർനേറ്റ് ആയിട്ട് എന്തെങ്കിലും നമ്പേഴ്സ് നോക്കുക. ഓൾട്ടർനേറ്റ് സീരീസ്. നെക്സ്റ്റ് ആലോചിക്ക്. ബി. എടാ ബി പറഞ്ഞ ലോജിക് കൂടെ ഒന്ന് പറയണേ. ഈ 4 എങ്ങനെ വരുന്നുള്ള ലോജിക് ഒന്ന് പറ. എങ്ങനെ ഈ 4 വരുന്ന ലോജിക് ഒന്ന് പറയടാ. ലോജിക് എന്താ? നിങ്ങൾ ഇരട്ടിയാണ് പറഞ്ഞെങ്കിൽ 8 × 2 7 × 2 5 × 2 1 × 2.
അപ്പൊ അടുത്തത് ഇവിടെ ഇങ്ങനെ അല്ലല്ലോ പോകുന്നേ, അടുത്ത നമ്പർ പുതിയൊരു നമ്പർ അല്ലേ, അപ്പൊ എങ്ങനെയാ 4 വരിക? മനസ്സിലായോ? 8x16 അടുത്തൊരു പുതിയ നമ്പർ ആണ്, അതിന്റെ ഡബിള് അടുത്തത്, അടുത്തൊരു പുതിയ നമ്പർ ആണ്, അടുത്ത നമ്പർ, അടുത്തൊരു നമ്പർ പുതിയ നമ്പർ, ഇനി ഇതിൽ ഏത് വേണമെങ്കിലും പുതിയ നമ്പർ വന്നൂടെ? സോ എങ്ങനെയാണ് 4 വരിക? മനസ്സിലായോ? സോ 4 അല്ല. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. -7 ജസ്റ്റ് 7 ആണ് കറക്റ്റ് ആൻസർ. ലോജിക്ക് പറ, എന്തായിരിക്കും ലോജിക്ക്? എന്തായിരിക്കും ലോജിക്? ലോജിക് എന്താടാ? സോ അതിൽ ഒരു കാര്യം കറക്റ്റ് ആണ്, × 2 ആണ്. ബാക്കിയുള്ള ലോജിക്ക് പറ, എങ്ങനെയാണ് ഇവിടെ 7 വരുന്നത്? 8 × 2 ആണ് 16, അതുപോലെ 7 × 2 ആണ് 14, 5 × 2 ആണ് 10, അതേപോലെ 1 × 2 ആണ് 2. സോ ഈ 16, 7 ലോജിക്ക് എന്താടാ? ആരെങ്കിലും കമന്റ് ചെയ്യടാ, നിങ്ങൾക്ക് കിട്ടിയ ലോജിക്ക് പറ, എന്തുകൊണ്ടാണ് -7 ആയത്? എന്തുകൊണ്ടാണ് × 2 ആയത്? പറ, ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യ്. ആരെങ്കിലും കമന്റ് ചെയ്യ്. ഈ 16, 7 ആയത് എങ്ങനെയാണ്? 14, 5 ആയത് എങ്ങനെയാണ്? 10, 1 ഈ ഒരു ലോജിക്ക് എന്തായിരിക്കും? പറയടാ. സോ നിങ്ങൾക്ക് എങ്ങനെയാ 7 കിട്ടിയത്, -7 കിട്ടിയത്? ജസ്ന, മരിയ, അപർണ, അശ്വിനി, റോഷൻ. ഓക്കെ, -9 അല്ലേ ഞാൻ ചോദിച്ചത്? -7 ഇവിടുത്തെ ലോജിക്ക് എന്താണ്? -9. അതേപോലെ 14, 5 -9 ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. 10, 1 -9. അതേപോലെ തന്നെ അടുത്തത് 2 -9 ചെയ്താൽ ഉത്തരം എത്ര കിട്ടും? -7. ഓക്കെ, ഡബിൾ ആൾട്ടർനേറ്റ് സബ്ട്രാക്ഷൻ. ഓക്കെ, ഇതാണ് ലോജിക്ക്. അപ്പൊ ആൾട്ടർനേറ്റ് ആയിട്ട് വന്ന എങ്ങനെയാ? × 2 -7 × 2 -7 ഇതാണ് ഇവിടെ എന്ത് വന്നത്? ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റാർ ചെയ്ത് വെച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 9 ആലോചിക്ക്. ഓക്കെ, ഇപ്പൊ ഞാൻ പറ. 12, 16 × 3, ഇവിടെയും × 3, അടുത്തതും × 3. സോ സ്വാഭാവികമായിട്ടും 36 × 3 108. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ആയിട്ട് കൂട്ടണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, 10ാം ക്വസ്റ്റ്യൻ ചെയ്. എത്ര വരിക? ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്. ഏതാ ഉത്തരം വരുന്നത്? ഓക്കെ, നോക്ക്. 75, 77, 75, 77, 2, 4, 8. അടുത്ത എത്രയാ? 16. അപ്പൊ അടുത്ത എത്ര വരണം? 2, 4, 8, 16 ഒക്കെ ഡബിൾ ആണ്, 32. സോ 137. ക്ലിയർ അല്ലേ? സോ ഈസി ക്വസ്റ്റ്യൻ. 2, 4, 8, 16, 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. സോ നല്ല ക്വസ്റ്റ്യൻ ആണ്, ആലോചിക്ക്.
122 പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ്. വേറെ കുറച്ച് ആൾക്കാർ കിട്ടുന്നുണ്ടോ? 122. ഓക്കെ. സോ ഡിഫറൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും 84, 84, 92, 83 ഇങ്ങനെ കുറഞ്ഞു കൂടുന്നു നോക്കുന്നുണ്ട്. സോ ഓൾട്ടർനേറ്റ് എടുത്ത് നോക്കിയാലോ. സോ 85, 92 എന്ന് പറയുന്നത് 7 ആഡ് ചെയ്താണ്. പക്ഷെ 92, 147 അങ്ങനെ അടുത്തുള്ള നമ്പർ ഒന്നുമല്ല. അടുത്തത് 84, 83 -1 അടുത്തത് ഒരു പാറ്റേണും ഇല്ല. അങ്ങനെ ഓൾട്ടർനേറ്റ് ഒന്ന് കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തത് 1, 2, 3 ഒരു കാര്യമില്ല. ആകെപ്പാടെ 5 നമ്പേഴ്സേ ഉള്ളൂ. സോ ഡിഫറൻസ് എടുത്ത് നോക്കി. 84, 85 -1 അടുത്ത എത്ര? 84, 92 ഡിഫറൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 85, 84 ഇവിടുത്തെ ഡിഫറൻസ് -1 ആണ്. അടുത്ത ഡിഫറൻസ് എത്രയാ? 6ഉം 2, 8 ആണ് വരുന്നത്. +8. അടുത്ത ഡിഫറൻസ് എത്രയാ? മൈനസ് ആണ് വീണ്ടും. 83, 92 -9. ഓക്കെ അല്ലേ? അടുത്ത ഡിഫറൻസ് എത്രയാ? 47ഉം 17 7, 7, 14 64 +64. സോ അടുത്ത ഡിഫറൻസ് എത്ര വരണം? മൈനസ് ആണ് എന്തായാലും വരേണ്ടത്. 1, 8, 9, 64. അടുത്ത ഡിഫറൻസ് ഒന്നിന്റെ സ്ക്വയർ അല്ലെങ്കിൽ 2ന്റെ ക്യൂബ്, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 4ന്റെ ക്യൂബ്. അടുത്തത് എത്രയാ? 5ന്റെ സ്ക്വയർ. സോ 147ന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യാ? കുറയ്ക്കുക. 25. 25 കുറച്ചാൽ 7 - 2, 2, 2, 1 122. ക്ലിയർ ആണോ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം എന്നില്ല. എല്ലാവർക്കും ഓക്കെ ആണോ? സോ 122 ആണ് വരിക. ഓക്കെ ആണോ? ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആണോടാ? മഹിമ ഒന്നുകൂടെ നോക്ക്. 122 ക്ലിയർ ആണോ? സോ ഇവിടെ കുറയ്ക്കേണ്ടത് 25. 147 - 27 അത്രേ ഉള്ളൂ. ക്ലിയർ ആണോടാ? ഈക്വൽ ടു 122. ക്ലിയർ? ക്ലിയർ. നെക്സ്റ്റ്. ഈസി ക്വസ്റ്റ്യൻ. വേഗം പറ, ഒറ്റയടി പറ. 10 സെക്കൻഡ് പറ. എടാ വേഗം പറടാ. എത്ര വരും? ഡി. അപർണയ്ക്കാണ് ആദ്യം കിട്ടിയത്. ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ വേഗത്തിനും പറയല്ലോ. ഈസി ക്വസ്റ്റ്യൻ പറയൂലേ? എത്രയാ? ഓപ്ഷൻ എ മരിയ. ഓപ്ഷൻ എ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ഏതാണ് ഉത്തരം വരിക? 8, 27, 19 ഗ്യാപ്പ് 19 ഗ്യാപ്പ് 19. ഓക്കെ അല്ലേ? സോ അടുത്തതും ഗ്യാപ്പ് 19 വേണം. 9, 5, 14 1 84. അടുത്ത 84 19 കൂട്ടി എത്രയാ? 3 103. ഓക്കെ അല്ലേ? സോ 103. അതേപോലെ തന്നെ 84. കറക്റ്റ് ആണ്. സോ ഗ്യാപ്പ് 19 വരുന്നുള്ളൂ. കോമൺ ഡിഫറൻസ് 19 വരുന്ന ഒരു AP ആണോ ഇത്? സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 84, ഓപ്ഷൻ ഡി. ക്ലിയർ? നെക്സ്റ്റ്. ശരി, ഒറ്റയടിക്ക് കിട്ടുമല്ലോ. വേഗം പറ. എത്ര വരും? വേഗം പറ. 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ. 1, 2, 3, 4. ആരാദ്യം പറയും? 5, 6, 7, 8, 9, 10. ആരാടാ പറയാ? 112, 113, 108, 103, 97, 93. ഒറ്റടി കണ്ട പറഞ്ഞൂടെ? എത്രയാടാ? 88. ലോജിക് എന്താ? ഓപ്ഷൻ ബി. 118, 108, 98, 88. ഇവിടുത്തെ ലോജിക്ക് 113, 103, 93. ഓക്കെ, ഓൾട്ടർനേറ്റ് സീരീസ്. സോ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കാണുന്ന സമയത്ത് അച്ചടിക്ക് തന്നെ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇത് ചെയ്. ഒരു മിനിറ്റ്.
ഇത് ചെയ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ചെയ്. എടാ അതും പറ്റൂടാ, അതും പറ്റും. ഡിവൈഡ് ബൈ 5 ഇതും പറ്റും. 108. ഓ -5 അതും ഓക്കെയാണ്. ഓൾട്ടർനേറ്റ് സീരീസ് വേണ്ട, -5 മതി. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് പറഞ്ഞത് അല്ലേ. ഈസിയാണ് ഈസിയാണ് അത് രണ്ടും. ഓക്കെ ഓക്കെ, -5 പറ്റും. അത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്കിത് ആ രീതിയിലാണ് കണക്ട് ആയത്. എനിക്കിത് ഓൾട്ടർനേറ്റ് സീരീസ് ആയിട്ടാണ് പെട്ടെന്ന് കണക്ട് ആയത്. ഓക്കെ, -5 ശരിയാണല്ലോ. 93, 98, 5, 5 കൂടി പോകുന്നത്. ഓക്കെ, ഇത് പറ. ആൾട്ടർനേറ്റ് സീരീസ് പറഞ്ഞിട്ട് ഏറ്റവും ആദ്യം കണക്ട് ആയത് എനിക്ക് അതാ. ഇത് പറ. 18, 18, 18. സോ അടുത്തത് 18 കൂടി കഴിഞ്ഞാൽ 8, 4, 12, 1, 6, 7, 8, 82, 82 ഓപ്ഷൻ ഡി. സോ ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്ക്, ഇതൊന്നും ചെയ്തേ. പറ, ആലോചിക്ക്. 159-21, 12, 15, 16, 17. പറ, ആലോചിക്ക്. ഓക്കെ, ലോജിക് എന്താ ഇവിടെ? 15 പറഞ്ഞ 16, 17 പറഞ്ഞ ലോജിക് എന്താ? 17 പറഞ്ഞ ലോജിക് എന്താ? ഇവിടെ 17 പറഞ്ഞ ലോജിക് എന്താ? കൃഷ്ണപ്രിയ, നിവേദിത, അരവിന്ദ് 17 പറഞ്ഞ ലോജിക് ഒന്ന് പറയോ? കാർത്തിക, അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും 17 പറയുന്നുണ്ടല്ലോ. 17 പറഞ്ഞ ലോജിക് എന്താ? സോ നോക്ക്, ഇത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാല് എ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ 17 എഴുതിയതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും ലോജിക് ഉണ്ട്. 4 × 2 + 1, 4 × 2 + 1, 4² + 1. അപ്പൊ ഇതോ? അപ്പൊ ഇതൊക്കെ ഏതാ? 2² + 1 ആണ്, 3² + 1 ആണ്. അപ്പൊ ഇത് 1² + 1 ആവണ്ടേ? അപ്പൊ ഇത് 1 അല്ലല്ലോ, ഇത് അവിടെ 1 അല്ലേ ഉണ്ട്. അപ്പൊ തെറ്റിയില്ലേ? ഇത് 2² + 1 ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വെയിറ്റ്. അപ്പൊ ഈ നമ്പേഴ്സ് നോക്കി നോക്കാം. ഇതെത്രയാ? 2² + 1, 2² 4, 5. അപ്പൊ ഇത് ഓക്കെ. 3² + 1 ഇവിടെ 9. അങ്ങനെയാണോ പറഞ്ഞത്? സോ 1ന്റെ സ്ക്വയർ ആണ്. അടുത്തത് 2² + 1. അടുത്തത് 3ന്റെ സ്ക്വയർ ആണ്. 3ന്റെ സ്ക്വയർ 9. അടുത്തത് 4ന്റെ സ്ക്വയർ + 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ 21 + 25 വരണ്ടേ? 5ന്റെ സ്ക്വയർ വേണ്ടേ? സോ അതല്ല. വേറെ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? 9 - 21 = 12/2, 6 + 6, 12. ശരി. സോ ആക്ച്വലി ഇവിടെ ലോജിക് വരുന്നത് ഒറ്റ പോയിന്റ് ഉള്ളൂ. നോക്ക്, ശരിക്കും ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: 159 21. സോ ഓപ്ഷൻസ് ഞാൻ പെട്ടെന്ന് എഴുതിയേ ഉള്ളൂ. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 19, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 20. സോ ഇതിന്റെ ലോജിക് ഇത്രയേ ഉള്ളൂ: എ, ഇ, ഐ,
ഓന്റെ അവിടെ ഓന്റെ പൊസിഷൻ നമ്പർ എത്രയാ 15. സോ ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നുള്ള ഒരു മീനിങ്ങും കൂടെ ഓപ്ഷൻസ് ഇതാണ് 15, 19, 11, 20. ലോജിക്ക് എ വവ്വൽസിന്റെ പൊസിഷൻ വാല്യൂ, വവ്വൽസിന്റെ പൊസിഷൻ വാല്യൂ ഇതും വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ ആണോ? വവ്വൽസിന്റെ പൊസിഷൻ വാല്യൂ സെറ്റ് ആണോ? ഈ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണോടാ? ലോജിക്ക് ഓക്കെ ആണോ? ലോജിക്ക് ഓക്കെ ആണോ? ആകാശ്, മഹിമ, എല്ലാവർക്കും ഓക്കെ ആണോ? നല്ല ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് കണക്ട് ആവണമെന്നില്ല. സോ 159-21. സോ ഉത്തരം എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്? എത്ര കിട്ടുന്നത്? 5,939. ഓക്കെ, ഇൻറ്റു 4 - 1. ഓക്കെ അല്ലേ? സോ നോക്ക്, 6 × 4 -1 ശരിയല്ലേ? 23 × 4 -1 ഇൻറ്റു 4 -1 ഇൻറ്റു 4 -1. സോ അടുത്ത എത്ര വരും? ഇൻറ്റു 4 - 1. 5 × 4 9 വരണം. സോ 5 1485 ഇൻറ്റു 4. 5 × 4 20, 8 × 4 32, 4 40 എന്ന് വെച്ചാൽ 39. ഓപ്ഷൻ ബി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആലോചിക്ക്. ഓക്കെ, സി. സോ 103 6 ഗ്യാപ്പ് 6 ആണ്, സോറി 5 ആണ്, ഇവിടെ 4 ആണ്, വീണ്ടും 5 4, വീണ്ടും 5, അടുത്ത ഗ്യാപ്പ് എത്ര വരും? 4 കൂടെ ആണ്, ഇതാ 130. ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കൂടുതലും വരുന്നത്. അതിൽ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. സോ നോർമലി നമ്മളൊരു വർഷത്തെ പിക്ക് ചെയ്യുന്ന സമയത്ത് 2019 NTPC ഗ്രൂപ്പ് ഡിക്ക് ഒക്കെ ഈ ഒരു രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ സോ റീസണിങ് അത്രത്തോളം നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാനില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ എത്രത്തോളം സ്പീഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സമയത്തിന്റെ പ്രശ്നം വരുന്നില്ല, 1.5 മണിക്കൂർ എക്സാം ആണല്ലോ. പക്ഷെ കുറച്ചുകൂടെ സ്പീഡ് ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം കൂടെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17 ആലോചിക്കും. ഒരു മിനിറ്റ്, നമ്മൾ ചെയ്തതല്ലേ? ഈസി അല്ലേ? വേം പറ. 88 1 4 9 16. നെക്സ്റ്റ് 25. 5 3 8, 6 2 8. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നെക്സ്റ്റ് 18 ചെയ്.
125. So 8, 12, 16, 20, 24. അടുത്ത വരും 28. അപ്പോ 5 1 125. So option C. Clear അല്ലേ? 125. Next. This is സബ്ഷൻ ഏതാ? ബി ബി ബി. ഇപ്പോഴത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 21. ഇവിടെയോ 21. സോ അടുത്ത 21 അല്ലേ? 4 1 5 2 3 535. സോ 535 21 കൂടെ ആഡ് ചെയ്താല് 5 1 6 5 5 586. കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഫൈനലൈസ് ചെയ്ത ഉത്തരം. ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ലാസ്റ്റ് 4-5 ക്വസ്റ്റ്യൻസ് വേറെ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20 ചെയ്. ഓപ്ഷൻ ബി. ഓക്കെ. സോ 64 72. എത്ര ആഡ് ചെയ്യണം? 8. ശരിയല്ലേ? ഇവിടുത്തെ ഗ്യാപ്പ് എത്രയാ? ഡിഫറൻസ് എടുത്താല് 27 മൈനസ് അടുത്ത ഡിഫറൻസ് എടുത്താലോ 55 9 പ്ലസ് 64. നെക്സ്റ്റ് അടുത്ത ഡിഫറൻസ് എടുത്താല് 125 മൈനസ് ആണ്. ഓക്കെ. സോ അടുത്ത ഡിഫറൻസ് എത്രയാ? പ്ലസ് മൈനസ് അടുത്ത പ്ലസ് ആണ് 216. അപ്പൊ 216 മൈനസ് 16 ഈക്വൽ ടു 200. വെരി ഈസി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗ്യാപ്പ് എടുക്കുമ്പോൾ ക്യൂബ് കണക്ട് ചെയ്താൽ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 200. ഇത് ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോടാ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ആൽഫബറ്റ് സീരീസിലെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. ഇത് ചെയ്. ലെറ്റർ സീരീസ്. ഒറ്റയടിക്ക് പറ. ഇതിന്റെ ഉത്തരം ഏത് വരും? ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. NRT MQS LPR KOQ. നെക്സ്റ്റ് ഏതാ വരേണ്ടത്? ലെറ്ററിന്റെ പൊസിഷൻ. ഓരോ ലെറ്ററിന്റെ പൊസിഷൻ വാല്യൂ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അത് വളരെ വളരെ ആവശ്യമാണ്. സോ നോർമൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റേഴ്സ് എഴുതി നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ നമ്മളിങ്ങനെ A1 B2 പെറുക്കി എഴുതേണ്ടി വരും. ഇതൊന്നും അതിന്റെ ആവശ്യമില്ല. N 14 13 12 11 10. 10 എന്ന് പറയുന്നത് J ആണ്. 18 17 16 15 14. 14 ഏതാ? N ആണ്.
20, 19, 18, 17, 16 JNP. ഓപ്ഷൻ സി. നെക്സ്റ്റ്. ഇത് ചെയ്. എ UV. അടുത്ത ഏതാ? W തുടങ്ങുന്നത് ഇതല്ല. DF. അപ്പോ രണ്ടും കൂടി. ഇനി രണ്ടും കൂടി കൂടുമ്പോൾ വരും H വരും. HWH. എത്ര ഓപ്ഷനാ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ. ഈസി ക്വസ്റ്റ്യൻ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്. ഇതിന്റെ ലോജിക് ഒന്ന് പറയോ? WB ഓപ്ഷൻ എ പറഞ്ഞ ലോജിക് ഒന്ന് പറയോ? ലോജിക് ഒന്ന് പറയടാ. എന്തുകൊണ്ടാണ് നിങ്ങൾ എ പറയുന്നത്? ലോജിക് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും. ലോജിക് എന്താ? എന്താണ്? +4. സോ 13, 18 5 ഗ്യാപ്പ്. 22, 23, 24, 25, 26 1 5 ഗ്യാപ്പ്. ഇവിടെയും 5 ഗ്യാപ്പ്. ഇവിടെയും 5 ഗ്യാപ്പ്. സോ 16, 18 പറ്റൂല. 14, 17 പറ്റൂല. 23, 24 പറ്റൂല. ഇനി 23, 24, 25, 26 1 2 ഗ്യാപ്പ് എത്രയാ? ഇവിടെയും ഗ്യാപ്പ് 5. ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം? ഓപ്ഷൻ എ ഡിഫറൻസ് 5. സോ അല്ലെങ്കിൽ 9. എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തരാം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണെങ്കിലോ? ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? GHIJK. ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മെത്തേഡ് പറഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് നിങ്ങളിത് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. നിങ്ങൾക്ക് കിട്ടുന്ന നമ്പേഴ്സ് 25 ആവാം. ഇങ്ങനെ 25 പോലെ ഒരുപാട് നമ്പേഴ്സ് കിട്ടാം. ഒരുപാട് നമ്പേഴ്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പേഴ്സ് മേ ബി ഇങ്ങനെ ആവാം. 12 ആവാം, 15 ആവാം, 16 ആവാം, 20 ആവാം, 25 ആവാം, 25 24 ആവാം. അതേപോലെ തന്നെ 25, 30, 32 ഇങ്ങനത്തെ ഓരോ നമ്പേഴ്സ് കിട്ടാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം 12 ആണെങ്കിൽ നിങ്ങൾ അതിനെ 3 × 4 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം. എത്രയെന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം? 3 × 4. 3 × 4 അഥവാ 4 × 3. എന്താണ് ഈ 4 × 3 എന്ന് പറഞ്ഞാല്? 4 × 3 ഉത്തരം അവിടെ നിൽക്കട്ടെ, ഉത്തരത്തിലേക്കുള്ള അല്ല. ഇതിനെല്ലാ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയുന്നത്. 12 ലെറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 2 3 4 കട്ട്, 1 2 3 4 കട്ട്. 4 കട്ട് ചെയ്യണേ. 1 2 3 4 കട്ട്, 1 2 3 4 കട്ട്, 1 2 3 4 കട്ട്. അങ്ങനെ കട്ട് പീസ് ആക്കാം. ഇനി 3 × 4 എന്ന് പറഞ്ഞാലോ 1 2 3 1 2 3 1 2 3 അങ്ങനെ 3 ലെറ്റേഴ്സിനെ 4 കഷ്ണങ്ങളാക്കുക. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഐഡിയ. ഇനി 15 ലെറ്റേഴ്സ് ആണെങ്കിലോ? 15 ലെറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 3 × 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം, 5 × 3 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് 5 × 3 ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് 4 × 3 4 ലെറ്റേഴ്സ് ഉള്ള 3 കഷ്ണങ്ങളാക്കുക. 16 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, 4 × 4 ആയിരിക്കും. 8 × 2 ഒന്നും അങ്ങനെ മോസ്റ്റ് പ്രോബബ്ലി വരാറില്ല. 4 × 4 ആയിരിക്കും. 20 ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് 5 × 4 അല്ലെങ്കിൽ 4 × 5. ഈക്വൽ പ്രോബബിലിറ്റി ആണ്, ഏത് വേണമെങ്കിലും വരാം. 24 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, 6 × 4 ആയിരിക്കാം. 6 × 4 കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം 8 × 3 പോവാം. 25 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, 5 × 5. 30 ആണെങ്കിൽ 6 × 5 വരാം, 5 × 6 വരാം. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് 6 × 5 ആയിരിക്കണം. 32 ആണെങ്കിൽ പിന്നെ 8 × 4 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോക്ക് 25 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ 5 × 5. അപ്പൊ എങ്ങനെ ചെയ്യണം?
1 2 3 4 5 cut 1 2 3 4 5 cut 1 2 3 4 5 1 2 3 4 5 so GHIJ ഇവിടെ നോക്ക് HIJK അല്ലേ സോ ആ K നോക്കിയിട്ട് ഇവിടെ ഫിൽ ചെയ്തു ഇവിടെ നോക്കി ഇവിടെ മിസ്സിംഗ് ഉള്ളത് രണ്ടാമത്തേതാ രണ്ടാമത്തെ ഇവിടെ ഒക്കെ ഏതാ H ആണ് സോ കംപ്ലീറ്റ് ആയി സോ GHIJK റിപ്പീറ്റ് ആയിട്ട് കാണുന്നില്ലേ GHIJK 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 അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് HHGK എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇത്രയും സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഐഡിയ മനസ്സിലായോ സോ ചെയ്യുന്നത് എല്ലാ ക്വസ്റ്റ്യന്റെയും കൂടെ ഒരു പോയിന്റ് കൊണ്ട് ഞാൻ പറഞ്ഞ റെയിൽവേ നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്നില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്യാം ഓക്കെ ആണോ എടാ ഞാൻ പറഞ്ഞത് ഇത് മൊത്തം 25 ലെറ്റേഴ്സ് അല്ലേ 25 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ 25 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ 5 into 5 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാ 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 സോ GHIJ ഇവിടെ നോക്ക് GHIJK ഫുൾ ആയില്ലേ സോ GHIJK ഓപ്ഷൻ നോക്കിയിട്ട് ഫിൽ ചെയ്താൽ മതി സോ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക ഓക്കെ ആണോ സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ചും കൂടെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം ഓക്കെ കുറച്ചും കൂടെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം നമ്മുടെ നമ്പർ സീരീസ് തന്നെ പല രീതിയിൽ കണക്ഷൻസ് വരാം പല രീതിയിൽ ഇതേപോലെ പല പാറ്റേണുകൾ വരാം സോ ഞാൻ പറഞ്ഞല്ലോ മോസ്റ്റ് പ്രോബബ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ടഫായിട്ട് കാണാറില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇതിൽ കുറച്ചും കൂടെ മോക്ക് ചെയ്ത സമയത്ത് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പാറ്റേൺ ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ഒരു ബുക്കിൽ എഴുതുക അത് ഒന്ന് റിവൈസ് ചെയ്യുക ഓക്കെ ആണോ സോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസിന്റെ കിടപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ല ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇതേ സീരീസ് തന്നെ കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നോക്ക് എഴുതിയെടുത്തോ 2 2 6 10 22 42 ഇതൊന്നും ചെയ്തേ ഓപ്ഷൻസ് തരാം 82 84 64 സോ അതേപോലെ 86 ആലോചിക്ക് ഏതാ വരിക 86 എങ്ങനെ കിട്ടുന്നേ 2 into 2 4 minus 2 അതേപോലെ 2 into 2 minus 2 ചെയ്യാം into 2 minus 2 ചെയ്യാം into 2 minus 2 ചെയ്യാം 42 into 2 44 minus 2 into 2 84 minus 2 ശരിയല്ലേ into 2 അല്ലേ ഇത് +2 ആണല്ലേ അടുത്തതും +2 ഓക്കെ അടുത്തതും +2 സോ 2 into 2 minus 2 ചെയ്തു അടുത്തത് into 2 4 + 2 into 2 minus 2 into 2 + 2 into 2 minus 2 അടുത്തത് 84 2 86 ഓക്കെ അല്ലേ സോ 86 ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്ക്
എന്താ ആലോചിക്ക്. So this is the last question. ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ ആണ്, ആലോചിക്കും. ആർക്കെങ്കിലും കിട്ടിയോ? 133. ഓക്കെ, കുറച്ചുകൂടെ പറ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്ക്. നിങ്ങൾക്ക് ഇവിടെ ഒരു അൾട്ടർനേറ്റ് സീരീസ് പാറ്റേൺ കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ല. സോ ജസ്റ്റ് ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്ക്. ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്ക്. സോ ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? സോ 12. അടുത്ത ഡിഫറൻസ് എത്രയാ? 13. അടുത്ത ഡിഫറൻസ് -5. ഇതിന്റെ ഡിഫറൻസോ 40, 72, 32. ഇവിടുത്തെ ഡിഫറൻസോ -32. ഓക്കെ ആണോ? ഇനി ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്ക്. 13 - 12. ഇവിടുത്തെ ഡിഫറൻസ് 1 ആണ്. അടുത്തത് -5 - 13. അല്ലെ വേണ്ട, 12 - 13. ഇവിടെ ഡിഫറൻസ് ഇവിടെ ഇങ്ങോട്ട് എടുത്ത് നോക്കോ. -1, 13 മൈനസ് തെറ്റിയോ? ഓക്കെ, ഡിഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഡിഫറൻസിന് ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ് ക്യൂബ്സ് ആണ്. ഓക്കെ, നോക്കട്ടെ, ഒരു മിനിറ്റ്. ശരിയാണല്ലോ. 12, 13. ഇവിടെ 5 ആണ് അല്ലേ. സോ ഇവിടുത്തെ ഗ്യാപ്പ് എടുത്താലേ 35, 40. ഇവിടെ 5 അല്ലേ വരും, അതാ തെറ്റിയത്. സോ ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് ഓക്കെ 32 - 32. ഇനി വീണ്ടും ഇതിന്റെ ഗ്യാപ്പ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 1 ആണ്, ഇവിടെ -8 ആണ് വരിക. ഇവിടുത്തെ ഗ്യാപ്പ് എത്ര വരിക? 5, 32, 27. സോ ഈ ഗ്യാപ്പ് എത്ര വരിക? 32 - -32. 32 മൈനസ്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് -32 -32 -64. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ രണ്ടാമത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ടാവും? സോ 1, അതേപോലെ 2 ക്യൂബ്, അതേപോലെ 3 ക്യൂബ്, 1 ക്യൂബ് -2 ക്യൂബ്, അതേപോലെ 3 ക്യൂബ് -4 ക്യൂബ്. അപ്പൊ അടുത്തത് വരണം 5 ക്യൂബ്. സോ ഇവിടെ 125 വരണം. സോ 125 ഇതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇവിടെ 125 കൂടെ ആഡ് ചെയ്യാം. സോ 133 കിട്ടും. ഓക്കെ, 133. ഓപ്ഷൻ നമ്പർ എ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് പാറ്റേൺ കാണാൻ പറ്റും? ക്യൂബിന്റെ പാറ്റേൺ കിട്ടും. എന്താണ് ക്യൂബിന്റെ പാറ്റേൺ? ഇവിടെ പ്ലസ് ആണ്. സോ ഇവിടെ 125 + 64 ആഡ് ചെയ്താല് 125 32 ആഡ് ചെയ്യുക, അതങ്ങോട്ട് മുകളോട്ട് ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. എത്ര ഉത്തരം കിട്ടുക? 133. അപ്പൊ ക്യൂബിന്റെ പാറ്റേൺ കണ്ടെത്താൻ പറ്റും. അപ്പം ഇതുപോലെ 1-2 ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, സീരീസിന്റെ കേസിൽ കുറച്ച് ലോജിക് ആണ് ഇതുപോലെ എന്താ പറയുന്നത്, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ കുറച്ച് ടൈം ടേക്കിംഗ് ആയിട്ട് മാറുന്നത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇനി അങ്ങോട്ടേക്ക് എക്സാം വരെ ഒരു ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾ മോക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ഇപ്പൊ SSC പോലെ തന്നെ, SSC പോലെ നിങ്ങൾ അത്രത്തോളം ടൈം നിങ്ങളെ ബാധിക്കുന്നില്ല, പക്ഷെ എന്നാലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് വല്ലപ്പോഴും എടുത്തൊന്ന് റിവൈസ് ചെയ്യുന്നത് എന്തായിരിക്കും, എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ ആ ഒരു കാര്യം ഈ ഒരു ചാപ്റ്റർ, പ്രത്യേകിച്ച് സീരീസിന്റെ കേസിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആയിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നോ? ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആയിരുന്നോ?
കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞ മെത്തേഡുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നോ? ക്ലിയർ? യെസ് സാർ, ക്ലിയർ, വെരി യൂസ്ഫുൾ. സോ ഇനി അങ്ങോട്ടേക്കും വരുന്ന സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി റീസണിങ് ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ എന്തും കൂടെ എഴുതുക, മോക്കും കൂടെ എഴുതുക. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ബൈ.